السلام عليكم ورحمة الله وبركاته. إن الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമാക്കിയ റമദാനിൻ്റെ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുന്ന വിശ്വാസികൾ എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ ദീൻ ഉൾക്കൊണ്ട് ജീവിക്കാനും കൂടുതൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കാനും ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തണേ എന്ന് ബാബുർ റയ്യാനിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ ആകണേ എന്ന് ഉപദേശിക്കുന്നതോടൊപ്പം റബ്ബിനോട് പ്രാർത്ഥിക്കുക കൂടി ചെയ്യുകയാണ്. അല്ലാഹുമ്മ ആമീൻ. നമ്മൾ ബാബുർ റയ്യാനിലൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മരണവും മരണാനന്തര ജീവിതവും അവിടെ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെയും ഉൾക്കൊള്ളേണ്ടതുമായ കാര്യങ്ങളെപ്പറ്റിയാണ്. ഒരു മയ്യത്തിനോട് നമ്മൾ കാണിക്കേണ്ടുന്ന കുടുംബക്കാരാകട്ടെ, അയൽവാസികളാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ, ആ മയ്യത്തുമായി അടുത്ത് നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെപ്പറ്റിയാണ് നാം പറഞ്ഞു വന്നത്. അതിനിടക്ക് ഒരു സഹോദരിയുടെ 2-3 ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം എന്ന നിലക്ക് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഒന്നാമത്, ചെറിയ കുട്ടികൾ മരിച്ചാൽ അവരുടെ മാതാപിതാക്കളെ അവർ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകും. അവർ ഞങ്ങൾ പ്രവേശിക്കണമെങ്കിൽ ഞങ്ങളുടെ ഉമ്മയെയും ഉപ്പയെയും കൂടി സ്വർഗത്തിലേക്ക് കടത്തണം എന്നൊരു, ചെറിയ കുട്ടികളൊക്കെ ദുർവാശി പിടിച്ച് നിൽക്കുന്നത് പോലെ നിൽക്കും എന്നൊരു ഹദീസ് പറഞ്ഞിരുന്നു. അപ്പോൾ അത് പ്രസവത്തിൽ അല്ലെങ്കിൽ ഉദരത്തിലിരിക്കുന്ന, ഗർഭത്തിലിരിക്കുന്ന കുട്ടികൾ മരിച്ചാലും അങ്ങനെ ഉണ്ടാകില്ലേ? അതും വിഷമകരമായ ഒരു കാര്യം തന്നെയാണല്ലോ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് ജീവിച്ച അല്ലെങ്കിൽ ജനിച്ച കുട്ടികളുടെ വിഷയത്തിലാണ്. നമുക്കൊക്കെ അറിയാമല്ലോ, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെയൊക്കെ മക്കൾ, ചെറിയ കുട്ടികൾ കുസൃതി കാണിച്ച് നടക്കുമ്പോൾ എത്ര നമ്മൾ അത് ആസ്വദിക്കുന്നുണ്ട്. ആ കുട്ടികൾ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം എത്രയാണ്. ആ വിഷമം സഹിക്കുന്ന സന്ദർഭത്തിലാണ് ഈ പറയുന്ന പ്രതിഫലമുള്ളത്. അതല്ലാതെ നമ്മുടെ ഉദരത്തിലിരിക്കുന്ന കുട്ടികൾ, എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നവരാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്ന്. ആ കുട്ടികൾ മരണപ്പെട്ടു പോയി, 4 മാസമാകുന്നതിന് മുമ്പ്, 3 മാസമാകുന്നതിന് മുമ്പ് ഒക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായും അത് വിഷമകരമായ കാര്യം തന്നെയാണ്. നാം ക്ഷമിച്ചാൽ അതിനുള്ള പുണ്യം നമുക്ക് ലഭിക്കും, പ്രതിഫലം ലഭിക്കും. എന്നാൽ ഈ ഒരു പ്രതിഫലം അതിനുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് ഈ രൂപത്തിലുള്ള മക്കളെ സംബന്ധിച്ചാണ് എന്നതാണ് ഒന്നാമത്. രണ്ടാമത്, മരണവീട്ടിലെ കരച്ചിൽ, ആ കരച്ചിൽ കൊണ്ട് ആ മരിച്ച വ്യക്തിക്ക് ശിക്ഷ ലഭിക്കുന്നു എന്ന് പറയുന്നത് അത് അങ്ങനെ തന്നെയാണോ എന്നാണ്. അതേ, ലഭിക്കുന്നു എന്നത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇന്നൽ മയ്യിത യുഅസ്സബു ബിബഅലി ബുകാഇ അഹ്ലിഹി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഥവാ കുടുംബക്കാരുടെ കരച്ചിൽ കൊണ്ട് മരിച്ച വ്യക്തി ശിക്ഷിക്കപ്പെടുമെന്ന്. അതങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കുക. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ ചെയ്യാത്ത തെറ്റിന് നമ്മൾ ശിക്ഷിക്കപ്പെടുമോ ഇല്ലേ എന്നതാണ്. നമ്മൾ ചെയ്യാത്ത തെറ്റിന് എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. അതാണ് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്. ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എൻ്റെ ചുറ്റുപാടിലുള്ളവരും എൻ്റെ ബന്ധുക്കളും അങ്ങനെയൊക്കെ കരയുന്ന ഒരു രൂപമുണ്ട് എന്ന് കാണുകയും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ അത്തരമൊരു സാഹചര്യം, ഇപ്പോൾ ചില നാടുകളിലൊക്കെ ഇത് കരച്ചിൽ എന്ന് പറയുന്നത് ഒരു ചടങ്ങ് പോലെ തന്നെ ചെയ്യുന്ന, ജാഹിലിയ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. കരയാൻ മാത്രമായിട്ട് ചില ആളുകൾ ഉണ്ടായിരുന്നു. അവരെ വാടകയ്ക്ക് കൊണ്ടുവരികയാണ് കരയാൻ, ഈ മയ്യത്തിന്റെ ഗുണഗണങ്ങളൊക്കെ എടുത്തു പറഞ്ഞ് കരയാൻ വേണ്ടി. അപ്പോൾ ആ രൂപത്തിൽ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ
അല്ലെങ്കിൽ നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയും നമ്മുടെ കുടുംബാംഗങ്ങളും തന്നെ അങ്ങനെ വാവിട്ട് കരയുകയും അങ്ങനെ വിഷമിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവരെ നമ്മൾ ഉപദേശിക്കുകയും അങ്ങനെ ചെയ്യരുത് എന്ന് വസിയ്യത്ത് ചെയ്യുകയും വേണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് അവരാ വസിയ്യത്ത് കേൾക്കാതെ കരഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടില്ല. എന്നാൽ ഞാൻ മരിച്ചാൽ എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം കരയും, അങ്ങനെ വാവിട്ട് കരയും, മനസ്സു പൊട്ടും എന്ന ഒരു ചിന്തയുണ്ടായിട്ടും അതൊക്കെ അങ്ങനെ നടക്കട്ടെ എന്ന രൂപത്തിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്കാണ് ഈ ശിക്ഷ എന്ന് ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ ഉമ്മുസലമ റളിയല്ലാഹു അൻഹയുടെ മരണം, ഉമ്മുസലമ റളിയല്ലാഹു അൻഹ അവരുടെ കുട്ടി മരണപ്പെട്ടപ്പോൾ അബൂസലമയോട് ആ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞില്ല എന്നതാണ്. അതേപോലെ അബൂസലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ ഉമ്മുസലമ റളിയല്ലാഹു അൻഹ ക്ഷമിക്കുകയും റസൂലുള്ള പറഞ്ഞു എന്ന് ആ ഒരു കാരണം കൊണ്ട് മാത്രം എനിക്ക് ഇതിനേക്കാൾ ഇദ്ദേഹത്തെക്കാൾ ഉത്തമനായ ഒരാളെ നൽകണേ എന്ന് പ്രാർത്ഥിച്ചു, എനിക്ക് ഉത്തമനായ ആളെ കിട്ടി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആയിരിക്കില്ലേ ഉമ്മുസലമയുടെ സ്വർഗത്തിലെ ഭർത്താവ് എന്നാണ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഒരു അവസാനത്തെ ഭർത്താവ് തന്നെയായിരിക്കും നാളെ പരലോകത്ത്. അദ്ദേഹം സ്വർഗാവകാശിയാണ്, ഈ പെണ്ണും സ്വർഗാവകാശിയാണ് എങ്കിൽ അവർ ഒരുമിച്ചായിരിക്കും താമസിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ നിന്നും അത്തരം ചില പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അൽഹഖ്ന ബിഹിം ദുർരിയതഹും, അവരിലേക്ക് അവരുടെ കുടുംബാംഗങ്ങളെയും അവരുടെ മക്കളെയും ചേർത്തു കൊടുക്കും എന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിലും പറയുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടുന്നത്. ഇനി നമുക്ക് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടുന്നത്, ഒരു മരണ വീട്ടിൽ മരിച്ച വ്യക്തികളുടെ കുടുംബാംഗങ്ങൾ എന്ന നിലയ്ക്ക് ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ കടങ്ങൾ വീട്ടുക എന്നതാണ്. നമ്മൾ ആദ്യം നോക്കുക ഖബർസ്ഥാനം ഒരുക്കാനും, ഖബറൊരുക്കാനും, കഫൻ പുടവ വാങ്ങാനും അതൊക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ മുമ്പ് ഇദ്ദേഹത്തെ അവിടെ കൊണ്ടുചെന്ന് വെച്ച് അദ്ദേഹത്തോട് ചോദ്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ വീട്ടി തീർക്കേണ്ടുന്ന ചില ബാധ്യതകളുണ്ട്. അദ്ദേഹത്തിന്റെ ഖബറിൽ കൊണ്ടുവെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ തീർക്കേണ്ടുന്ന ബാധ്യത, അതാണ് അദ്ദേഹത്തിന്റെ കടം വീട്ടുക എന്ന് പറയുന്നത്. ആ കടം ചിലപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടാവും, മരിക്കുന്നതിന് മുമ്പ് നമുക്കറിയാവുന്ന കടങ്ങൾ ഉണ്ടാകും, മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എഴുതി വെച്ച കടങ്ങൾ ഉണ്ടാകും, അങ്ങനത്തെ അല്ലെങ്കിൽ അദ്ദേഹം അറിയിച്ച കടങ്ങൾ ഉണ്ടാകും. ആ കടങ്ങളുള്ള ആളുകളെ ഒന്ന് നമ്മൾ ബന്ധപ്പെട്ട്, ഇതായി നിങ്ങൾക്ക് ഇത്ര തരാനുണ്ട് എന്ന വിവരം അറിഞ്ഞിട്ടുണ്ട്, ഇന്നയാൾ മരണപ്പെട്ടിട്ടുണ്ട്, എന്താണ് ചെയ്യേണ്ടത് എന്ന് അവരോട് ചോദിക്കുകയും അവർ പറയാണ് എനിക്ക് ഇന്ന സമയത്ത് തന്നാൽ മതി, എങ്കിൽ അത് ഞാൻ ഏറ്റെടുത്തു, ഇന്ന ആൾ ഏറ്റെടുത്തു, മകൻ ഇന്ന ആൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് അത് പറയുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന്റെ കടം വീടിയതായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും. അത് കൊടുക്കുക കൂടി ചെയ്യണം, കൊടുത്ത് വീട്ടും കൂടി ചെയ്യേണ്ടതുണ്ട് എന്നർത്ഥം. അപ്പോൾ അതിനൊരു സമയം നിശ്ചയിക്കുകയും അതേപോലെ തന്നെ അവരെ അറിയിക്കുകയും ചെയ്യുക എന്നതാണ്. വിളിച്ചറിയിക്കാൻ കഴിയുന്നവരെ വിളിച്ചറിയിക്കുക, നേരിട്ടറിയിക്കാൻ കഴിയുന്നവരെ അങ്ങനെ അറിയിക്കുക എന്നതാണ് വളരെ പ്രാധാന്യമുള്ളത്. പലപ്പോഴും നമ്മുടെ നാടുകളിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലം എന്ന നിലക്ക് നമ്മൾ പള്ളിയിൽ നമസ്കാരത്തിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് പറയാറുണ്ട്, ആർക്കെങ്കിലും വല്ലതും തരാനുണ്ട് എങ്കിൽ അത് ഇന്ന ആളുമായി ബന്ധപ്പെടേണ്ടതാണ്, മക്കളായ ഇന്ന ആളുകളുമായി അല്ലെങ്കിൽ സഹോദരനുമായി അല്ലെങ്കിൽ പിതാവുമായി എന്ന് അത് പറയാവുന്നതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാറുണ്ട്, ഒരു മയ്യത്ത് കൊണ്ടുവന്നാൽ ഇദ്ദേഹത്തിന് വല്ല കടമുണ്ടോ എന്നുള്ളത്. ഇസ്ലാമിക വിജയങ്ങളൊക്കെ ഉണ്ടായി ഇസ്ലാമിക ഖജനാവിൽ സമ്പത്ത് കൂടുതൽ കടന്നു വരുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എന്നാൽ നിങ്ങൾ നിസ്കരിച്ചോളി, എനിക്ക് നിസ്കരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കലായിരുന്നു പതിവ്. ഇങ്ങനെ കടമുള്ള ഒരാളുടെ മയ്യത്ത് നബി നമസ്കരിച്ചിരുന്നില്ല. എന്നാൽ ആരെങ്കിലും ഒരാൾ ഏറ്റെടുത്തിട്ടുണ്ട് എങ്കിൽ ആ കട ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കും. അത് നമുക്ക് കാണാൻ കഴിയും. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടം ഒരു മയ്യത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് കടമുണ്ട് എന്നറിയിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറി നിന്നു. അപ്പോ അബൂ ഖത്താദ പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തു റസൂലേ ആ കടം,
നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കുകയും നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയും പിറ്റേ ദിവസം അദ്ദേഹത്തെ കണ്ടപ്പോൾ നീ ആ കടം വീട്ടിയോ എന്ന് ചോദിക്കുകയും ചെയ്തു എന്നാണ്. ആ കടം വീട്ടിയോ എന്ന് ചോദിക്കുകയും ചെയ്തു. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നീ വേഗത്തിൽ വീട്ടണം, അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ റബ്ബ് സ്വീകരിക്കണമെങ്കിൽ, അദ്ദേഹത്തിന്റെ നഫ്സ് റബ്ബിലേക്ക് ഉയരണമെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ കടം വീട്ടേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അറിയിച്ചതായിട്ട് പിറ്റേ ദിവസം അത് വീട്ടി കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് അദ്ദേഹം അറിയിച്ചപ്പോൾ ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഒരു ശരീരം തണുത്തുപോയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയും ചെയ്തു. രണ്ട് സംഭവങ്ങൾ ഈ വിഷയത്തിൽ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു തന്നെ കടം ഏറ്റെടുത്തുകൊണ്ട് വീട്ടുന്നതുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നതാണ്. ഒന്നാമത്തത് അദ്ദേഹം അതേ ദിവസം തന്നെ വീട്ടിയതും, രണ്ടാമത്തത് ഈ ദിവസം പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെച്ചതുമായ രണ്ട് സംഭവങ്ങൾ കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് നമുക്ക് വേറൊരാളുടെ കടം അത് നമ്മൾ കൊടുക്കാനും ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുമല്ല. പക്ഷേ അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയില്ല, മക്കളും അത് ഏറ്റെടുക്കാനില്ല എങ്കിൽ വേറുള്ളവർക്ക് ഏറ്റെടുത്താലും അദ്ദേഹത്തിന്റെ ബാധ്യത വീടും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. മറ്റൊന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യം, അദ്ദേഹത്തിന് വല്ല വസീയത്തുകളും ഉണ്ട് എങ്കിൽ ആ വസീയത്ത് നിറവേറ്റാൻ വേണ്ടിയാണ് ആദ്യം നോക്കേണ്ടത്. ആർക്കാണോ വസീയത്ത് ചെയ്തത്, ആരോടാണോ വസീയത്ത് ചെയ്തത്, അദ്ദേഹം ആർക്കാണോ വസീയത്ത് ചെയ്തിട്ടുള്ളത് ആ മനുഷ്യനോട് ഇന്നൊരു വസീയത്തുണ്ട്, അത് നിങ്ങളെ ഏൽപ്പിക്കുകയാണ് എന്ന് പറയുകയോ അല്ലെങ്കിൽ അതിനൊരു സമയം നിശ്ചയിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടാണ് മറ്റ് മയ്യത്തിന്റെ സംസ്കാര ചടങ്ങുകളിലേക്ക് നമ്മൾ കടക്കേണ്ടുന്നത് എന്നത് പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ടതാണ്. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുക, ചില മനുഷ്യരൊക്കെ ചില തെറ്റായ വസീയത്തുകൾ ചെയ്തു വെക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ അറിയാം, ഒരു മനുഷ്യന് വസീയത്ത് ചെയ്തതാണ്, ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മയ്യത്തും കൂടി ഇന്ന ആളുകൾക്ക് കാണിച്ചു കൊടുക്കരുത് എന്നുള്ളത്. അങ്ങനത്തെ തെറ്റായ വസീയത്തൊന്നും നമ്മൾ നടപ്പാക്കാൻ നിൽക്കരുത്. അതേപോലെ തന്നെ അനന്തരാവകാശ നിയമങ്ങളിലും തെറ്റായ വസീയത്തുകൾ ചെയ്തുകൊണ്ട് മരണപ്പെട്ടു പോകുന്ന ആളുകൾ, അവരുടെ ആ കുറ്റം ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ വസീയത്ത് മാറ്റി തിരുത്തണം. ആ വസീയത്ത് നമ്മൾ ഒഴിവാക്കണം. അത് കുറ്റകരമാണ് എന്ന് നമുക്ക് തിരിച്ചറിയുമെങ്കിൽ, നമുക്ക് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ ആ കുറ്റകരമായ വസീയത്തുകൾ നമ്മൾ നടപ്പാക്കാൻ പാടില്ല എന്നതാണ് പ്രധാനമായിട്ടുമുള്ളത്. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ മരണം നടന്ന നിമിഷം മുതൽ അവരുടെ ഭർത്താവാണ് മരണപ്പെട്ടിട്ടുള്ളത് എങ്കിൽ ഭാര്യ ഇദ്ദയിലേക്ക് പ്രവേശിക്കുന്നതാണ്. ആ സമയം മുതൽ അവർ ഇദ്ദയിലാണ്. അതിനർത്ഥം അവർ റൂമിൽ കയറി വാതിലടക്കണമെന്നോ ഈ മയ്യത്തിനോടൊരു ബാധ്യതയും നിറവേറ്റരുത് എന്നൊന്നുമല്ല. അതൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ചില ദുരാചാരങ്ങളിൽപ്പെട്ടതാണ്. മറിച്ച് അവർക്ക് ആ വീട്ടിൽ നിന്നുകൊണ്ട് മയ്യത്ത് കുളിപ്പിക്കണമെങ്കിൽ വസിയ്യത്തുണ്ടെങ്കിലും അല്ലെങ്കിലും ശരി, ഭർത്താവിന്റെ മയ്യത്ത് ഭാര്യയ്ക്ക് കുളിപ്പിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് വസിയ്യത്തുണ്ട് എങ്കിൽ അതവർ നിറവേറ്റണം. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത്, മയ്യത്ത് നമസ്കരിക്കാൻ പറ്റിയ സമയമാണ് അവരുടേത് എങ്കിൽ മയ്യത്ത് നമസ്കാരത്തിലും അവർ പങ്കെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ആ മയ്യത്തിനോടുള്ള ബാധ്യതകളൊക്കെ നിറവേറ്റേണ്ടതുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ഒരു ആചാരമാണ് അനാചാരം. ആചാരം എന്ന് പറഞ്ഞുകൂടാ, ഒരു അനാചാരമാണ് പ്രത്യേക ദിവസത്തില് വസ്ത്രങ്ങളുമായി വന്ന് ഭർത്താവിന്റെ വീട്ടുകാർ ഇദ്ദ ഇരുത്തുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനം. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും മക്കൾ ഉണ്ടായാൽ പോലും ഇദ്ദ ഇരുത്തുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനം ഭർത്താവിന്റെ ജ്യേഷ്ഠനും അനുജനും അതേപോലെ തന്നെ കുടുംബക്കാരും ഒക്കെ കൂടി വന്നിട്ട് വീട്ടിൽ ആ ഒരു വെള്ള വസ്ത്രമൊക്കെ ഇട്ട് ഇദ്ദ ഒരു റൂമിൽ അവരെ പ്രത്യേകമായിട്ട് ഒരു കുടിയിരുത്തുന്ന രൂപം, ആ രൂപം ഒരിക്കലും ഇസ്ലാമികമല്ല. മറിച്ച് ജീവിതത്തിലുള്ള സീനത്തുകൾ, അലങ്കാരങ്ങൾ ഒഴിവാക്കുകയും അലങ്കാര വസ്ത്രങ്ങൾ അതേപോലെ തന്നെ ആഭരണങ്ങൾ എന്ന് ഒഴിവാക്കുകയും ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അത്യാവശ്യങ്ങളല്ലാത്ത കാര്യങ്ങൾക്ക് പുറത്തു പോകാതിരിക്കുകയും ആ ഒരു ദുഃഖാചരണത്തോടുകൂടി വീട്ടിനുള്ളിൽ കഴിഞ്ഞുകൂടുകയും ചെയ്യുക എന്ന ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇദ്ദയും ഹിദ്ദയും, അഥവാ ഇദ്ദകാലം ആചരിക്കുന്നതോടൊപ്പം ദുഃഖാചരണം നടത്തുകയും ചെയ്യുക എന്ന് പറയുന്ന പ്രവർത്തനം. ഇതാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ പ്രധാനമായ മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ കേൾക്കാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും ആ അബദ്ധങ്ങൾ കാണുന്ന സന്ദർഭത്തിൽ അത് തിരുത്താനുമുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.